സൂര്യകുല വംശജനായ രാമന് രണ്ടു തരം അയനങ്ങളുണ്ടായിരുന്നു. ഒന്ന് മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള സീതയെ തിരിച്ചെടുക്കുന്നവരെ, ധർമ്മങ്ങൾ നിർവഹിക്കുന്നവരെയുള്ള ഒരു രാമൻ. രണ്ടാമത്തെ അയനമാണ് അധികാരം കിട്ടിയതിന് ശേഷം ഈ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒന്ന്. വില്ലാളി വീരനായ രാമനിൽ മാത്രം അവസാനിപ്പിക്കുന്ന കഥയായി മാത്രം അധികാരം ഇപ്പോൾ ഹൈജാക്ക് ചെയ്തത്. ഏറെക്കുറെ അടുത്ത കാലം വരെയും നമ്മുടെ ഇന്ത്യയുടെ പലതരം വ്യവസ്ഥകളിൽ ഇപ്പോഴും ചെതലിരിക്കാത്തത് ആയി തുടർന്ന ഒന്ന് നമ്മുടെ നീതിപീഠം തന്നെയാണെന്ന് നമുക്ക് ഉറപ്പുണ്ട്. എന്നാൽ ഈ നീതിപീഠത്തിനും ഭരണകൂടത്തിനും ബദലായിട്ട് എഴുത്തുകാരൻ സൃഷ്ടിക്കുന്ന ധാർമ്മികതയുടെ ഒരു വലിയ പരിസരമുണ്ട്. നമ്മുടെ ആദികവി വാത്മീകി മുതൽ സൃഷ്ടിച്ച കഥകളിലൂടെയും കാവ്യങ്ങളിലൂടെയും സൃഷ്ടിച്ച ഒരു ധാർമ്മിക ബോധമാണ് അങ്ങ് നേരത്തെ പറഞ്ഞ ഈ സാധു, പിന്നീട് വരേണ്ടി വരുന്ന ഈ സാധുവിനെ പോലും ഒരു ധാർമ്മിക വെളിച്ചം നിറയ്ക്കുന്നത്. ഉദാഹരണത്തിന് രാമായണത്തിൻ്റെ കഥ സീതയുടെയും രാമൻ്റെയും രാവണൻ്റെയുമായിട്ടുള്ള ഒരു ത്രികോണ ബന്ധത്തിൻ്റെ കഥ മാത്രമായിട്ട് അവസാനിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ രാമൻ സീതയെ വീണ്ടെടുത്തതിന് ശേഷം രാവണനെ വധിച്ചതിന് ശേഷം അങ്ങനെ ശുഭപര്യവസായി ആയിരുന്നുവെങ്കിൽ, ഈ പറയുന്ന ഈ സാധുക്കളിലേക്ക് കൂടി സംക്രമിക്കാവുന്ന ഒരു ധാർമ്മിക ബോധം അവിടെ ഉണ്ടാവില്ലായിരുന്നു. പകരം അധികാരം കിട്ടുന്ന പുരുഷൻ, വാത്മീകിയുടെ നാരദരുടെ പ്രസിദ്ധമായ ചോദ്യത്തെ ഓർത്തു പറഞ്ഞാൽ കോനസ്മിൻ സാമ്പ്രതം ലോകെ ഗുണവാൻ കശ്ച വീര്യവാൻ എന്നാണ്. ഈ ഗുണവും വീര്യവും, ഗുണമെന്ന് വെച്ചാൽ മനുഷ്യ നന്മയും വീര്യം, അധികാരത്തിൻ്റെ വീര്യവും ചേർന്നിട്ടുള്ള ഒരാൾ ലോകത്തുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അതിനർത്ഥം അങ്ങനെ ഒരു സാധ്യത ഇല്ലെന്നാണ്. എവിടെയാണോ മര്യാദാ പുരുഷോത്തമൻ പോലും ധർമ്മത്തിൽ നിന്ന് അധർമ്മത്തിലേക്ക് ചരിക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കുന്ന കഥയാണ് നാരദർ പറഞ്ഞു കൊടുക്കുന്ന ഈ കഥ. അതിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു മാനം പൂർണ്ണമാകുന്നത് ഉത്തരരാമായണോട് ചേരുമ്പോഴാണ്. മര്യാദാ പുരുഷോത്തമൻ അധികാരത്തിലേറുന്നു. തൻ്റെ അധികാരം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു കിംവദന്തിയുള്ള വാക്ക് രാമായണത്തിലാണ് ആദ്യമായിട്ട്. കിംവദന്തി വാട്സപ്പ് എന്നുള്ള വാക്കാണ്. ഈ കിംവദന്തി കേൾക്കുന്ന മാത്രയിൽ തന്നെ തൻ്റെ അധികാരം, അപ്പോൾ വേണമെങ്കിൽ മര്യാദാ പുരുഷോത്തമന് എൻ്റെ ഭാര്യയെ പറ്റി ദോഷം പറയുന്ന ഒരു രീതി നടപ്പിലുണ്ടെങ്കിൽ ഞാനിതാ എൻ്റെ രാജ്യം ത്യജിക്കുന്നു എന്ന് പറയാം കഥാസന്ദർഭത്തിൽ. പക്ഷെ അദ്ദേഹം അത് തുനിയുന്നില്ല. പകരം ലക്ഷ്മണനോട് കാട്ടിൽ കൊണ്ടുപോയി പഞ്ചവടി കാണിക്കുക എന്നുള്ള വ്യാജനം ഉപേക്ഷിക്കാനാണ് പറയുന്നത്. തൻ്റെ പ്രജകളെ, പ്രജ എന്നുള്ള വാക്കിന് മക്കൾ എന്നുള്ള അർത്ഥത്തിൽ, സ്വന്തം നിറഗർഭിണിയായിട്ടുള്ള, ഭവഭൂതിയുടെ പ്രയോഗം കടമെടുത്ത് പറഞ്ഞാൽ കഠോര ഗർഭയായിട്ടുള്ള സീതയെ കാട്ടിൽ കൊണ്ട് കളയുന്ന അധർമ്മത്തിലേക്ക് പതുക്കെ, രാമായണം രാമന്റെ അയനമാണെങ്കിൽ, അതുവരെ ഉത്തരായനം ദക്ഷിണായനം എന്ന രണ്ട് അയനങ്ങളെ പറ്റി മാത്രമേ നമുക്ക് ധാരണയുള്ളൂയിരുന്നെങ്കിൽ രാമസ്യ അയനം പറഞ്ഞു കൊടുക്കുകയാണ്. ഈ രാമൻ, സൂര്യകുല വംശജനായ രാമന് രണ്ടു തരം അയനങ്ങളുണ്ടായിരുന്നു. ഒന്ന് മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള സീതയെ തിരിച്ചെടുക്കുന്നവരെ, ധർമ്മങ്ങൾ നിർവഹിക്കുന്നവരെയുള്ള ഒരു രാമൻ. രണ്ടാമത്തെ അയനമാണ് അധികാരം കിട്ടിയതിന് ശേഷം ഈ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒന്ന്. അപ്പം ഇത് കഥാരൂപത്തിലാണെങ്കിൽ പോലും ഈ സാധു ജനങ്ങളിലേക്ക് കഥാരൂപത്തിലൂടെ, പണ്ട് രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന തന്ത്രമാണ്, മക്കളെ നീതിസാരം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കഥകൾ നമുക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിനെ രാമൻ്റെ, വില്ലാളി വീരനായ രാമനിൽ മാത്രം അവസാനിപ്പിക്കുന്ന കഥയായി മാത്രം അധികാരം ഇപ്പോൾ ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്. രാമൻ്റെ ഉത്തര രാമായണത്തിലേക്ക് കടക്കാതെ രാമനെ എത്ര പൂർവ്വകാല രാമനെ മാത്രം തടുത്തുകൂട്ടി, വേണമെങ്കിൽ രാമലല്ലേ മാത്രം ബാലരാമനെ മാറ്റി മാത്രം ഭജിക്കാനുള്ള ഒരു കഥാസന്ദർഭത്തിലേക്ക് എഴുത്തുകാരൻ്റെ സർഗാത്മകതയെ, നേരത്തെ പറഞ്ഞ ധാർമ്മികതയെ സമൂഹത്തിൽ വ്യാപിപ്പിക്കാനുള്ള ഒരു ശ്രമത്തെ അധികാരം ഇപ്പോൾ ഹൈജാക്ക് ചെയ്തിട്ട് ഒതുക്കുന്നുണ്ട്.